ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇന്ന് എനിക്കാണെങ്കിൽ എൻഡോസ്കോപ്പി ഉള്ള ദിവസമാണ്. ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു, കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ റോഡിൻ്റെ ഇവിടെ ടാറൊക്കെ ഇടുവാണ്. അപ്പോൾ അതിൻ്റേതായ ചില തിക്കും തിരക്കുകളൊക്കെ ഉണ്ട്. കുറേ നാളായിട്ട് ടാറൊക്കെ ഇടാതെ ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അത് നടന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഓരോ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്യാസ്ട്രോയുടെ അവിടെ ഉണ്ടായിരുന്ന പുൽക്കൂടാണ്. അപ്പോൾ കൊച്ചത് കണ്ടപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ അവളത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എൻഡോസ്കോപ്പി റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ എൻഡോസ്കോപ്പി കഴിഞ്ഞു. ഇതാണ് റിസൾട്ടിനകത്ത് ഇൻഗ്വൈന് ഹെർണിയ അതുപോലെ തന്നെ അൾസറും ഉണ്ട്. അപ്പം മരുന്ന് കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഡയറ്റൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എൻഡോസ്കോപ്പി ചെയ്തത്. എല്ലാ ഡോക്ടേഴ്സും പറയുമായിരുന്നു എൻഡോസ്കോപ്പി ചെയ്യാം, പക്ഷേ പേടി കാരണം ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ രണ്ടുകൂടെ ഗുളികയുണ്ട്, അത് കഴിച്ചിട്ട് 3 വീക്സ് കഴിയുമ്പോൾ നമുക്ക് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്നലത്തെ ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ചെറിയ ടെൻഷനൊക്കെ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു, കാരണം എന്താ ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് റിസൾട്ട് അവർ തന്നിട്ടുണ്ട്. ഞാൻ കൂത്താട്ടിലും മദർ ഹോസ്പിറ്റലാണ് ചെയ്തത്. അവിടെ കാരിത്താസിലെ ഡോക്ടർ ദീപക് പുള്ളിയാണ് ഇരിക്കുന്നത്. നല്ല ഡോക്ടറാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നല്ല തിരക്കാണ്, കാരണം പുള്ളി 3 ദിവസമേ ഉള്ളൂ കൂത്താട്ടോളത്ത്, അതുകൊണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.